രമേശേട്ടാ, ഞാനേ നമ്മുടെ ഈ സ്റ്റാൻഡപ്പ് ഷോയുടെ ഓഡിഷൻ വന്നപ്പോ ഭയങ്കര കോൺഫിഡൻസിൽ വന്നേ. പക്ഷെ ഹോളിലെത്തി ഓരോരുത്തരും ഇങ്ങനെ പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് ടെൻഷനായി. അപ്പൊ ഞാൻ നേരെ വാഷ്റൂമിൽ പോയി. അപ്പൊ നോക്കിയപ്പോ രണ്ട് ചേട്ടന്മാര് വേറെന്തോ കാര്യത്തിന് വന്നാ. അവരിങ്ങനെ ജനലേക്കൂടെ ഹോളിലേക്ക് ഇങ്ങനെ എത്തിച്ചു നോക്കിയിട്ട് ഒരാൾ ചോദിക്കാ, ഡാ അവിടെ എന്തിട്ട് പരിപാടി നടക്കണേ? അപ്പൊ ഇത് സ്റ്റാൻഡപ്പ് ഷോയുടെ ഓഡിഷനാന്ന് ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും മറ്റേ പുള്ളി പറയാ, അത് കണ്ടാർന്നോടാ, ഏതോ വലിയ കമ്പനിയുടെ മോട്ടിവേഷൻ ക്ലാസ് ആ സാറിന്ന് സംസാരിക്കണോക്കില്ല. ഞാൻ നോക്കിയപ്പോ ഇവിടെ മുകേഷ് ഓയന്മാർ വലിയ മീശം വെച്ചിന്ന് സ്റ്റാൻഡപ്പ് ചെയ്യാ. ഞാനപ്പോ ഒന്നും ചെയ്തില്ല. അവിടെ ഇരിക്കണ മോപ്പ് എടുത്തിട്ട് ആ ഹോട്ടലിന്റെ വരാന്ത അങ്ങോട്ട് തുടച്ചു. കാരണം ഇത് സ്റ്റാൻഡപ്പിന്റെ ഓഡിഷനാണെന്നും ഞാനതിൽ പങ്കെടുക്കാൻ വന്നെന്ന് അവരറിയണ്ട. ഡെയിലി വേജസിന് തറ തുടയ്ക്കാൻ വന്നൊരു പാവം പയ്യൻ, അങ്ങനെ കണ്ടാ മതി. അപ്പോ ഞാൻ പറയാമെന്ന് വെച്ചാ, ബേബി സാറേ, ഈ പെർഫോമൻസ് താഴെ പോണെങ്കിൽ ഈ ഫ്ലോർ ഞാൻ തന്നെ തുടങ്ങി. അപ്പോ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് സ്നേഹേഷ്, ഒരു ചാലക്കുടിക്കാരനാട്ടാ. നമ്മുടെ തൃശ്ശൂരായിരിക്കണേ പടക്കൊരു കൈയടിച്ചു. എന്തിനേതിലും തടസ്സം കണ്ടെത്തുന്നവരാണ് നമ്മള് മലയാളികള്. ഇപ്പൊ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടില്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ തടസ്സം അവിടെ തുടങ്ങും, ഇല്ലേ ചേട്ടാ? പക്ഷെ ചിലവര് കട്ടൻ ചായയിൽ നിൽക്കില്ല. ബീഡി, സിഗരറ്റ്, ഹാൻഡ്സ്, പാൻപരാക്ക് വേണം. അതായത് ഇവയിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ വയറുമായി ഉണ്ടാകുന്ന സംവേദന പ്രക്രിയയിലൂടെ തടസ്സം നീക്കപ്പെടുമെന്നാണ് സയന്റിഫിക്കായി തെളിയിക്കപ്പെട്ടുള്ളത്. പക്ഷേ ഈ ന്യൂസ് പേപ്പറും കൊണ്ട് ബാത്റൂമിൽ പോകുമ്പോ അവിടെ എന്ത് രാസപ്രവർത്തനം നടക്കണേന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ എന്റെ അമ്മാവനൊക്കെ പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ട് ഉറക്ക വായിക്കണേക്കാം. ഉക്രൈനിൽ വൻ സ്ഫോടനം, രാജ്യത്തെങ്ങ് പൊട്ടിത്തെറി, ട്രംപിന് വിജയം, ആശ്വാസം എന്നൊക്കെ. അതായത് പുള്ളിക്ക് പത്രമില്ലാണ്ട് പറ്റില്ല. അപ്പൊ ഞാൻ ആളും കൂടി ബാംഗ്ലൂർ പോയി. അപ്പൊ ട്രെയിനിലാണ് പോണേ. അപ്പൊ ആളോടാ, എനിക്ക് പത്രമില്ലാണ്ട് കാര്യം നടക്കില്ലട്ടാ. അപ്പൊ ഞാൻ ആ ബോഗിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് ഒരു കന്നഡ പത്രം കൊണ്ടു കൊടുത്തു. പുള്ളി അതും കൊണ്ട് നേരെ ഓടി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയാ, മോനെ മലയാളത്തെക്കാളും നല്ലത് കന്നഡാടാ, ഇതാകുമ്പോ ഒരു ഒഴുക്കുണ്ട്. എന്ത് അല്ലെങ്കിലും സലിമേട്ടൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ തടസ്സം മാറ്റാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ, ബീഡി, സിഗരറ്റ്, ന്യൂസ് പേപ്പർ, ഇതെന്തൊന്ന് പെട്ടിക്കടയാ നമ്മൾ നടത്തണേ? പിന്നെ ഈ തടസ്സം എന്ന് പറഞ്ഞ വാക്ക്, അതിന് പകരം നമ്മൾ വേറൊരു വാക്ക് ഉപയോഗിക്കും, വിഘ്നം. എന്താണ് എന്ന് പറഞ്ഞേ? വിഘ്നം. അങ്ങനെയല്ല, അത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ ടോൺ ശ്രദ്ധിക്കണം. വിഘ്നാണ്, ഈ സാധനം വന്നാലേ തേക്കുള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്തിട്ടൊക്കെ വിഘ്നം ഉണ്ടാകുക? കരിമ്പൂച്ച, അതുപോലെ മഴു, കോടാലി, ചൂലൊക്കെയാണ്. പക്ഷെ വിദേശത്തൊക്കെ ആണെങ്കിൽ വലിയ വൈറസുകളായിരിക്കും. അവരെങ്ങനെ ഇത് സൊല്യൂഷൻ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 സയന്റിസ്റ്റ് വട്ടം കൂട്ടിരുന്നിട്ട് ഗ്ലൗസ് ഇടും, മാസ്ക് വെക്കും, ബൂട്ടിടും, എന്നിട്ട് ഡിസ്കഷൻ ഇടും. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഡിസ്കഷൻ. നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഷർട്ട് പോലും ഇടില്ല. ഒരു ചോക്ക് എടുക്കുന്നു, പലകയാകുമ്പോൾ 4 വര വരയ്ക്കുന്നു, ഷൂന്ന് ചെയ്തു, 2 കവിടി വയ്ക്കുന്നു, എന്നിട്ട് മുടിന്റെ എക്സ്പ്രഷനാണ്. ലഗ്നത്തിൽ വിഘ്നവും വിഘ്നത്തിൽ ലഗ്നവും ഉത്തരത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സെറ്റ് ആവുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ വിഘ്നം തീർക്കുക. അവരെങ്ങനെ വലിയ മിഷൻസ് ഉപയോഗിക്കും. നമുക്കതിന്റെ ആവശ്യമില്ല. ഇത്തിരി മഞ്ഞപ്പൊടി, 2 ചെറുനാരങ്ങ, അതുപോലെ തന്നെ തേങ്ങയുടെ 2 കഷ്ണം, ഒരു പത്രം ഇറങ്ങിയുണ്ട്, അത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ വിഘ്നൊക്കെ തീർക്കുന്നു പറയുന്നത്. പിന്നെ ഈ വിഘ്നം എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് എന്റെ വീടിന്റെ സെപ്റ്റി ടാങ്കിന്റെ പൈപ്പിൽ വിഘ്നാണ് എന്ന് നമ്മൾ പറയില്ലല്ലോ. നമ്മൾ പറയും ബ്ലോക്കാന്ന് പറയും. എന്റെ റോട്ടിലിറങ്ങി കഴിഞ്ഞാൽ എന്തോരം ബ്ലോക്കാ. ഇപ്പൊ എത്ര മേൽപ്പാലങ്ങളുടെ പണി അവിടെ നടക്കണേ. അപ്പൊ ഞാനൊക്കെ ആണെങ്കിലേ എന്റെ വീടിന്റെ അവിടുന്ന് ഹൈവേക്ക് കിടക്കുമ്പോ തന്നെ ഒരു 10 പോലീസുകാർ നിന്നിട്ട് ഈ ബ്ലോക്ക് ഇറങ്ങണ്ടാവും. അത് പറയുന്നേ അങ്ങനെ പോണേ, എന്നിട്ട് തിരക്ക് ഇതിൽ പൊക്കട്ടാ അവിടെ ഇരുന്നേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വിഘ്നം തീർക്കണ്ടാവും. ഈ ബ്ലോക്കൊക്കെ തീർത്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോ 4 ബംഗാളികൾ നിന്നിട്ട് ഈ പാലം പണിയുണ്ട്, വലിയ പാലം. ഞാൻ നോക്കുമ്പോ ഒരു JCB ഉണ്ട്, 2 തൂമ്പിയുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, രമേശേട്ടാ, ഈ 10 പോലീസുകാർ 6 പോലീസുകാർ ഈ ബംഗാളിനെ ഒപ്പിട്ടിട്ട് 10 പോലങ്കാളികളെ കൊണ്ട് ഈ പണി തീർക്കണിയാ, ഇതെന്നേ തീർന്നേനെ. പക്ഷെ നമ്മൾ ചെയ്യില്ല, കാരണം ഇവിടെ സിസ്റ്റം ശരിയല്ല. ഈ ബ്ലോക്കിൽ കൂടെയാണ് ഒരു ദിവസം ഞാൻ പെണ്ണ് കാണാൻ പോണേ. അപ്പൊ ഞാൻ അമ്മാവനോട് പറഞ്ഞു, അമ്മാവാ എത്തുമ്പോ വൈകി പോവും, നമുക്ക് നേരത്തെ പോവാം, രാഘുകാലം കഴിയാണ്ട് ഒരു അടിങ്ങിടുങ്ങ് വെക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാഘുകാലം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അവിടെ എത്തിപ്പോ വൈകി. പെണ്ണിന്റെ അമ്മാവൻ ചുട്ട കലിപ്പ്, നിങ്ങളോട് സമയത്തിന് വരാൻ പറഞ്ഞല്ലോ, എന്താ വൈകി പോയേ? ഞാൻ പറഞ്ഞു ബ്ലോക്കാണ്, പെണ്ണിനെ വിളിക്കൊന്ന് കാണട്ടെ. പറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു അമ്മാവൻ എന്തായാലും വൈകിപ്പോയില്ലേ, എന്ത് വിശ്വസിച്ചിട്ട് മോളെ നിനക്ക് കെട്ടിച്ചേരാന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും പെണ്ണിനെ വിളിക്ക്, അപ്പ കള്ളക്കളവൻ പറയാ. അതിന് എന്നോട് സമയത്ത് വരാൻ പറഞ്ഞ 5 മിനിറ്റ് മുമ്പ് അവള് വേറൊരുത്തനോട് പോയുള്ളൂ, 10 മിനിറ്റ് മുമ്പ് നീ വന്നിരിക്കാൻ നിന്റെ തല കെട്ടി വെച്ചിരുന്നു. ഞാനേ ഈ ആലോചന കൊണ്ടുവന്ന് എന്നെ അമ്മാവനെ ഇങ്ങനെ നോക്കി. മനുഷ്യനോട് അപ്പളെ ഞാൻ പറഞ്ഞ 10 മിനിറ്റ് മുമ്പ് ഇറങ്ങാന്ന്. അങ്ങനെയാണ് ഞാൻ പെണ്ണിനെനിക്ക് മിസ്സാവായിരുന്നു. അതായത് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞിട്ടില്ല, ബിരിയാണിയിൽ ചിക്കൻ വേണം, അല്ലെങ്കിൽ
എന്താ മുട്ട വേണം, സർലാസ് വേണം, സലാഡ് വേണമെന്നൊന്നുമില്ല. ഉപ്പിട്ടിട്ട് ആ അരി ഇത്തിരി വേവിച്ചിട്ട് കൈ കിട്ടിയാൽ മതി. അങ്ങനത്തെ ഒരു അവസ്ഥയെക്കൂടെയാണ് ഇപ്പൊ ഞാൻ പോണത്. പിന്നെ ഈ റോട്ടിൽ മാത്രമാണല്ലോ ബ്ലോക്ക്, ഇപ്പൊ ഇന്റർനെറ്റിൽ എന്തുട്ടാ ബ്ലോക്ക്. ഇപ്പൊ ഉദാഹരണത്തിന് ചേട്ടനോട് ഞാൻ ചോദിക്കുന്നു, ചേട്ടാ പേരെന്തിട്ടാ? അപ്പൊ ആള് പേര് പറയും, വീട് എവിടെയാ അത് പറയും, എന്താ കഴിച്ചെന്ന് നോക്കും. തൊട്ടപ്പുറത്തിന്റെ പെങ്കൊച്ചിന്റെ അടുത്ത് ഏത് ഡ്രസ് ഇട്ടിരിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ പെരുമാറും. അപ്പൊ ഞാൻ സാമൂഹ്യ വിരുദ്ധനായി, എന്നെ അവിടെയും പിടിച്ച് ബ്ലോക്ക് ചെയ്യും. ഒരു അക്ഷയ ചെന്ന് ചോദിക്കാം, ആ അക്ഷയ സെന്ററിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കുന്നു, ചേച്ചി വരുമാന സെക്യൂരിറ്റി, ഓ സൈറ്റ് ബ്ലോക്കടാ. അതുപോലെ തന്നെ നമ്മൾ ആധാരത്തിന്റെ ഇത് കാര്യം, ഓ സൈറ്റ് ബ്ലോക്കടാ എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ചേട്ടാ ഇത് ഇവർ വെറുതെ ഇങ്ങനെ പറയുന്നതാന്നാ. പക്ഷേ അതിലൊരു സത്യമുണ്ട്. കാരണം രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഞാൻ പല വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ കറങ്ങി തിരിയാൻ പോകാറുണ്ട്. അപ്പൊ ഈ സൈറ്റിന്റെ ബ്ലോക്ക് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അതായത് ഏഷ്യൻ വൻകരയിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകൾ വഴി ഉത്തര കൊറിയയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴായിരിക്കും എനിക്കിത് അനുഭവപ്പെടാം. അപ്പൊ ഞാൻ ഫ്ലൈറ്റ് മോഡ് അടിച്ച് ഈ സാധനം തിരിച്ചു കൊണ്ടുവരും. പക്ഷെ കണ്ടിന്യൂറ്റി മിസ്സാവും, അതൊരു കുഴപ്പം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിലുണ്ടാവുന്ന മറ്റൊരു ബ്ലോക്കാണ് ജിപേ. ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പോരാം. പക്ഷെ ഇപ്പൊ മമ്മൂക്ക സമ്മതിക്കില്ല. 5 രൂപ ഉണ്ടെങ്കിൽ 5 രൂപയുടെ കണക്ക് പുള്ളി പറയും, 5 രൂപ ക്രെഡിറ്റ് ആയിണ്ടേ, നന്ദിയുണ്ടേ എന്ന് പറയും. എന്റെ രമേശ് ചേട്ടാ, ഇത് നമ്മുടെ ആക്ടർ മറ്റേ ലാൽ സാറാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാൻ, 1450 ഞാൻ ഇട്ട് കൊടുത്തു വിചാരിക്കാം. എങ്ങനെ കേൾക്കാം, 1000 ക്രെഡിറ്റ് ആയുണ്ട്. എന്തുട്ട് ഒന്നുകൂടി റിവാൻഡ് അടിക്കോ, 1000 ക്രെഡിറ്റ് ആയുണ്ട്. ആർക്കിട്ട് കൊടുത്തു, എപ്പ കൊടുത്തു, എത്ര കൊടുത്തു, ഒന്നും നമുക്കൊരു പിടുത്തുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യാ, നമ്മള് ബാങ്കിൽ പോയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തിരിച്ചു കൊണ്ടുപോയി കടക്കാരന് കാണിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലിപ്പോ എന്റെ കണ്ടന്റ് ഇതിട്ട് ഞാൻ പറഞ്ഞേ, തടസ്സം ഇതാണ് എന്റെ കുഴപ്പം. ഇനിയും ഈ തടസ്സത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട്. പക്ഷെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതെന്റെ ഗ്രോത്തിന് തടസ്സമാവുന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. തടസ്സമില്ലാത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേര് സ്നേഹേഷ്, ഒരു ചാലക്കുടിക്കാരനാട്ടാ.